ഞായറാഴ്ച വ്ളോഗ് ഇടാന്ന് വിചാരിച്ചു അല്ലേ? ഞങ്ങളിത് പള്ളിയിൽ പോയിട്ട് നേരെ ഇറച്ചി വാങ്ങാൻ വേണ്ടി പോവാണ്. ചന്തയിലേക്ക് പോവാണ്. എന്തിറച്ചി വേണ്ടേ? കോഴിയിറച്ചി വേണം മിക്കുവിന്. എന്താ കോഴി ഇങ്ങനെ കഴിയപ്പോ പക്ഷെ ഞങ്ങളിന്ന് കോഴിയിറച്ചി അല്ല വാങ്ങാൻ പോണത്. അവിടെ എത്തിയിട്ട് വേണം എന്തിറച്ചിയാ വാങ്ങുന്നത് അല്ലേ? ആനിറച്ചിയാ നന്നാവും. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. എന്നിട്ട് വേണം ഞങ്ങക്ക് വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ. മിക്കുവിന് പാപ്പൊക്കെ കഴിക്കണില്ലേ വീട്ടിൽ പോയിട്ട്? അപ്പൊ നമുക്ക് ചന്തയിൽ നിന്ന് കാണാം. അങ്ങനെ ഞങ്ങളിതാ ചന്തയിലേക്ക് എത്തിയിട്ടോ. ചന്തയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പോർക്കിറച്ചിയാണ് വാങ്ങാൻ പോണത്. ഒന്ന് സ്പെഷ്യലായിട്ട് നമുക്കൊന്ന് പോർക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ മിക്കു പോർക്കിറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ. അപ്പോഴാണ് ഞങ്ങളവിടെ കണ്ടത് ഒരു ഷോർട്ട് ഫിലിമാണ് തോന്നുന്നു. എന്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറികൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എന്താ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ കാറിൽ കഴിയപ്പോൾ അപ്പോൾ ഒരു സർപ്രൈസ് കോഴി മിഠായി കിട്ടി മിക്കുവിന്. അമ്മയ്ക്ക് തരുമോ? കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ബ്രെഡും അതുപോലെ തന്നെ കുറുമക്കറിയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ എന്താ മിക്കൂടെ നല്ല പൊളിങ്ങലാണ്. അതിന് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറികളൊക്കെ. ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ് ഗൈസ്. ഏതാ സിനിമ? ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കണ്ടു. ഒരുവിധം തിരക്കേടില്ലാത്ത പടം കേട്ടോ. നല്ല പടമായിരുന്നു. ഇനി വീട്ടിൽ ഒരു കുരങ്ങൻ കയറിയിട്ടുണ്ട് ഗൈസ്. മാവിന്റെ മുകളിൽ ഒരു കുരങ്ങൻ. അപ്പൊ മുറിച്ചെന്നാ മാങ്ങ ഇതെന്നിട്ടാ മാങ്ങ മാങ്ങ കാണിച്ചു കൊടുത്താ എല്ലാവർക്കും. എന്നിട്ട് പറ മാങ്ങാന്ന് പറ. തിന്നോന്നാ കുഞ്ഞു തിന്നോട്ടാ. ഇഷ്ടായ? അപ്പൊ കൊമ്പ് വെട്ടായിരുന്നു കേട്ടോ. മാവിന്റെ കൊമ്പൊക്കെ വെട്ടിയിട്ട് ഇതാ മിക്കൂസാണ് അവിടെ കൊണ്ടുവിടണത്. അവനെ കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാലും കുട്ടിക്ക് പണിയെടുക്കാണ്ടിരിക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ ചെയ്യണ കാണുമ്പോൾ പിള്ളേർക്കും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ ഇതാ അവനെല്ലാം കൊണ്ടുവിടുകയാണ്. എല്ലാവരും പണിയെടുക്കുമ്പോൾ ദിവസം മാത്രം ഇങ്ങനെ പണിയെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കണ്ടൊരു ഐഡിയ ആണ്. ചേട്ടാ ഞാൻ ചൂലുമായിട്ട് അടിക്കുന്ന പോലെ കാണിക്കാം. ചേട്ടനെൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം കുഞ്ഞിൻ്റെ ആത്മാർത്ഥ കണ്ട പാവം കുഞ്ഞത് എല്ലാം വിത്തിയേക്കാം ഷുട്ടാപ്പിക്കില്ല. നല്ല മോനാട്ടാ. ക്ലാപ്പ് ചെയ്തേ, ക്ലാപ്പ് ചെയ്. അമ്മ അടിച്ചുമായിരുന്നു. മിക്കു പരത്തണം. അതടിച്ചു മാറിക്കും. പണിയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിതാ കുറച്ച് ചായ കുടിച്ചു. ചായ കുടി കഴിഞ്ഞിട്ട് ഇനി നനയും അതുപോലെ തന്നെ ചെടി വെക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടികളാട്ടോ ഇനി ഉള്ളത്. അപ്പം 2 ബോഗൺവില്ല ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നടായിരുന്നു ഞങ്ങൾ. ഇവിടുത്തെ ചെടികളുടെ ഒരു വീഡിയോ ഞാൻ വേറെ വ്ളോഗിലിടാട്ടോ, വേറെ ഷോർട്സിലിടാട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാനിത് ഇറക്കുന്നതായിരിക്കും ഗായ്സ്. വൈകുന്നേരങ്ങളിൽ മിക്കുവിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇതാണ് കേട്ടോ, ചെടി നനയ്ക്കുക എന്നുള്ളതാണ്. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. ചെടിക്ക് പുതിയ ചെടിക്ക് വെള്ളം ഒഴിച്ചെടുത്തേ. അപ്പോൾ ഞങ്ങളുടെ ഈവനിങ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. മിക്കു കാണിക്കണുണ്ടോ ഇങ്ങനെ അപ്പനും മോനും ഇനി അടിയാവും. വെള്ളം നനച്ച് അടിയാവും. നമ്മളിതിലൊന്നും ഇടപെടാൻ നിൽക്കാറില്ല. നനച്ചോട്ടെ പാവങ്ങള്, നനയ്ക്കാൻ ഇൻട്രസ്റ്റുള്ള 2 പേരാണിത്. അപ്പോൾ നമുക്കിനി ഫുഡ് അടിയൊക്കെ ഉള്ളൂല്ലേ രാത്രി. വേറെ എങ്ങനെ പോകണമെന്നില്ല. ഇനി കുറച്ച് കുളിക്കല് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.